നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങൾ തീമുളരിയുന്ന കാലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പറയുമ്പോൾ ഒരുപാട് നൊമ്പരമുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് മറ്റുള്ളവരുടെ കണ്ണുനീര് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് പലരും സന്തോഷിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണുനീര് ഒപ്പിയല്ല കേട്ടോ, കണ്ണുനീര് നൽകുമ്പോഴാണ്. നീ അവന് വേദനിക്കുമ്പോഴാണെന്ന് പലരും സന്തോഷിക്കുക. ഇന്ന് പലരും പണ്ട് കാലത്തൊക്കെ മറ്റൊരു വ്യക്തിയുടെ കണ്ണെന്നറിയാതെ നമ്മൾ സൂക്ഷിക്കുമായിരുന്നു. നീ മറ്റൊരു വ്യക്തിയുടെ കണ്ണെന്നറിയുന്നത് നമ്മുടെ കണ്ണെന്നറിയുന്നത് തുല്യമായിരുന്നു കേട്ടോ. എന്ന് ഈ കാലം മാറിയപ്പോൾ നമുക്കൊരു സന്തോഷം വരണമെങ്കിൽ നീ അവരുടെ കണ്ണുനീരൊന്ന് കാണണം. ഈ കണ്ണുനീര് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഇത് എത്ര ഗൗരവമേറിയ പാപമാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. നീ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നൊമ്പരപ്പെടുത്തുകയല്ലേ. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ജീവനുള്ള ആത്മാവാണ് കേട്ടോ. ഈ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ്, ഈ ആത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവ്. നീ നമ്മുടെ സംസാരം പ്രവൃത്തി വഴി നമ്മൾ അവൻ്റെ കണ്ണുനീര് വീഴ്ത്തുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്കൊരു ചിരി വരുന്നതെങ്കിൽ, സന്തോഷം വരുന്നതെങ്കിൽ നമ്മി കൂടെ ദൈവാത്മാവല്ല കേട്ടോ, തിന്മയുടെ ആത്മാവ്. അതിന് കൂടെ ആയിരിക്കാൻ ആരുമില്ല. നീ ഒന്ന് കണ്ണുനീരൊപ്പാൻ ആരുമില്ല. നീ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുന്ന ജീവിതങ്ങളാണ് എങ്കിൽ നീ ആ കൂടെ ആയിരിക്കാൻ വേണ്ടി കർത്താവായ യേശു ആരോട് അപേക്ഷിക്കുക? പിതാവിനോട് അപേക്ഷിക്കുക.